ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ അവസാനത്തെ ജയിൽ നോമിനേഷനിലെ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് മോശമാവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു അഭിഷേകും നോറയുമാണ് ജയിലിലേക്ക് പോയത്. നോറ ശരി, പലരും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. ഈ 75 ദിവസവും കണക്കിലെടുത്തുകൊണ്ട് പലരും നോറയെ നോമിനേറ്റ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിലെ ഫാമിലി വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് നോറയെ നോമിനേറ്റ് ചെയ്തു. ടാസ്കിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശരി, അത് ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ, അത് കറക്റ്റായി എന്ന് ഒരു 90% ഓക്കെയാണ്. പക്ഷേ കൂടെ പോയ അഭിഷേകിന്റെ കാര്യം എന്താണ്? കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ ബോണസ് പോയിന്റിനുള്ള ടാസ്കിലൊക്കെ വളരെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ആളാണ് അഭിഷേക്. ക്യാപ്റ്റൻസി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻസി ഒരു ആവറേജ് എന്നേ പറയാനുള്ളൂ. ആരോടും പോയിട്ട് അങ്ങോട്ട് അധികാരഭാവത്തിൽ സംസാരിക്കുന്ന അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ക്യാപ്റ്റൻസി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ടാസ്കുകളിലൊക്കെ നല്ല ഗംഭീര പ്രകടനമാണ് അഭിഷേക് കാഴ്ചവെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാളെയാണ് ജയിലിലേക്ക് വിട്ടിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ ഗെയിം നോക്കുകയാണെങ്കിൽ, അതായത് ആ ബൗളിൽ നിന്ന് പേപ്പറുകൾ ഊതി പറപ്പിക്കുന്ന ഗെയിം നോക്കുകയാണെങ്കിൽ അർജുനും അഭിഷേകും കൂടെ 1 മിനിറ്റ് കൊണ്ടാണ് അത് ചെയ്തത്. ബാക്കിയുള്ളവരെയൊക്കെ 6-7 മിനിറ്റ് എടുത്ത സമയത്ത് ഇവർ 1 മിനിറ്റ് കൊണ്ടാണ് അത് ഫിനിഷ് ചെയ്തത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് ടാസ്കുകളൊക്കെ കളിച്ച ഒരാളെയാണ് ജയിലിലേക്ക് വിട്ടത്. ഒന്നും ചെയ്യാതെ വെറുതെ ചടഞ്ഞുകൂടി അവിടെ ഇരിക്കുന്ന എത്രയോ പേര് അവിടെ ഉണ്ട്. അവരെയൊന്നും വിടാതെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളെ ജയിലിലേക്ക് വിട്ടു. അപ്പോൾ ഈ ജയിൽ ശിക്ഷ എന്ന് പറയുന്നത് എന്തിനാണെന്നുള്ളതാണ് ഇവർ മനസ്സിലാവാത്ത കേട്ടോ.